കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കളാർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഒരു നാടിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ കൂട്ടായ്മയിലൂടെ മാത്രമേ സാധിക്കൂ. വികേന്ദ്രീകൃത ജനാധിപത്യം സാധ്യമായതോടുകൂടി വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായെന്നും ജനാധിപത്യത്തിന്റെ ശില്പികളായ ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് നാടിന്റെ വികസനത്തിന് അത്യാവശ്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. ഒരു പഞ്ചായത്തിന്റെ വികസനം എന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശാക്തീകരണം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും വികാസം സാധ്യമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് കാര്യസാധ്യതയ്ക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല. അധികാരം വികേന്ദ്രീകരിച്ചു. വികേന്ദ്രീകൃത ജനാധിപത്യം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കി. പക്ഷെ അതിന് ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആസൂത്രണത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് പല പല കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. 1934 വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെ വികസനത്തെക്കുറിച്ച്, സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിൽ വിശ്വേശ്വരയ്യ വളരെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിനോജ് ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ C രേഖ, ശ്രീലത, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ P ഗീത, സന്തോഷ് V ചാക്കോ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ചന്ദ്രശേഖരൻ, H വിഘ്നേശ്വര ഭട്ട്, കാർത്യായനി, ത്രേസ്യാമ്മ, രാധാമണി, വ്യാപാര വ്യവസായ ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് അഷ്റഫ് മാലക്കല്ല്, പ്രസ് ഫോറം പ്രസിഡന്റ് PK ഗണേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി സ്വാഗതവും സെക്രട്ടറി A പ്രേമ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിന്റെ വികസന രേഖ ചടങ്ങിൽ MP പ്രകാശനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ.